നമസ്കാരം. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ന്യായ വില മെഡിക്കൽ ഷോപ്പിലേക്ക് മരുന്നും സർജിക്കൽ ഉപകരണങ്ങളും വിതരണം ചെയ്തതിലെ കുടിശ്ശിക ലഭിക്കാത്തതിനാൽ വിതരണക്കാർ നടത്തുന്ന സമരം തുടർന്നു. സംസ്ഥാനത്തെ മറ്റു സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രികളിലും ജില്ലാ ആശുപത്രികളിലും മരുന്ന് ക്ഷാമം രൂക്ഷമാണ്. IV ഫ്ലോറൈഡ്, വിവിധതരം ഇൻജക്ഷൻ, ശസ്ത്രക്രിയയ്ക്കുള്ള നൂൽ, ബാൻഡേജ് തുടങ്ങിയവയ്ക്ക് കടുത്ത ക്ഷാമം ഉണ്ട്. പല ആശുപത്രികളും വിഷ പ്രതിരോധ വാക്സിൻ കിട്ടാനില്ല. മെഡിക്കൽ കോളേജിലെ മരുന്നുകളുടെ ക്ഷാമം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കാത്ത സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് MK രാഘവൻ MP ഇന്ന് രാവിലെ 8 മുതൽ നാളെ രാവിലെ 8 വരെ മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുമ്പിൽ ഉപവാസം ഇരിക്കുന്നുണ്ട്. കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ KMECയിൽ നിന്നും കഴിഞ്ഞ വർഷങ്ങളായി കുടിശ്ശിക ഉൾപ്പെടെയുള്ള 800 കോടി രൂപയാണ് മരുന്ന് വിതരണ കമ്പനിക്ക് നൽകാറുള്ളത്. കഴിഞ്ഞ ഏപ്രിൽ മുതൽ 80 കോടി രൂപ കുടിശ്ശികയായതോടെയാണ് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഈ മാസം 10 മുതൽ മരുന്ന് വിതരണം നിർത്തിയത്. മെയ് 3-ാം വാരം വരെയുള്ള 5.5 കോടിയോളം രൂപ നൽകിയില്ലെങ്കിൽ ഒക്ടോബർ വരെയുള്ള തുകയ്ക്കെങ്കിലും ലഭിക്കാതെ മരുന്ന് വിതരണം പുനരാരംഭിക്കാൻ കഴിയില്ലെന്നാണ് ഇന്നലെ പ്രിൻസിപ്പാൾ ഡോക്ടർ KG സജിത് കുമാറിന്റെ ചേംബറിൽ നടന്ന ചർച്ചയിൽ ഓൾ കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രഗ്സ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചത്.